കുഞ്ഞിനെ പഠനത്തിൽ സഹായിക്കുക മാതാപിതാക്കന്മാരുടെ കടമയാണ്. ആസ്വദിച്ചു പഠിക്കുന്നത് ഒരിക്കലും മറക്കുകയില്ല. കുട്ടിയുടെ വിദ്യാഭ്യാസ നേട്ടങ്ങൾ, ഭാവിയിലെ ജോലി, സാമൂഹ്യ പദവി ഇവയെല്ലാം വിദ്യാഭ്യാസത്തെ ആശ്രയിച്ചു നിൽക്കുന്നു. കുട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം പഠനമാണ്. ഇത് ഏറ്റവും നന്നായി നിർവഹിക്കുന്നതിന് കുട്ടിയെ സഹായിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട മേഖലകൾ: ടൈം മാനേജ്മെൻറ്റ്. വീട്ടിലിരുന്നുള്ള നിരന്തരമായ, ചിട്ടയായ, സമഗ്രമായ, ആസൂത്രിതമായ പഠനമാണ് വിജയത്തിൻ്റെ രഹസ്യം. സമയം വളരെ വിലപ്പെട്ടതാകയാൽ ഒരു ടൈം ടേബിൾ ചിട്ടപ്പെടുത്തുവാൻ കുട്ടിയെ സഹായിക്കുക. കൃത്യമായ പഠന സമയങ്ങൾ പഠനം ഒരു ശീലമാക്കി മാറ്റുന്നു. ഇരുന്ന് പഠിക്കുവാൻ പ്രത്യേക സ്ഥലം, ഒച്ചയും ബഹളവുമില്ലാത്ത, ടിവിയുടെ ശല്യമില്ലാത്ത സൗകര്യപ്രദമായ സ്ഥലമായിരിക്കണം. വെളിച്ചം പിന്നിൽ നിന്ന് വരുന്ന രീതിയിൽ ക്രമപ്പെടുത്തണം. മതിയായ ഉറക്കം. ഏകാഗ്രത, ഓർമ്മശക്തി, ലക്ഷ്യബോധം എന്നിവ പരമാവധി ശക്തിപ്പെടുത്തുന്നു. അതിന് ഉറക്കം വളരെ അത്യാവശ്യമാണ്. എങ്ങനെ പഠിക്കണം? ദിവസവും പഠിക്കുക. അതാതു ദിവസത്തെ പാഠങ്ങൾ അന്നന്നു തന്നെ പഠിക്കുകയും ഗ്രഹപാഠം അന്നന്ന് പൂർത്തിയാക്കുകയും ചെയ്യുക. പഠിക്കാനുള്ള മാനസികാവസ്ഥയില്ലെങ്കിൽ 15 മിനിറ്റ് പഠിച്ചിട്ട് 5 മിനിറ്റ് വിശ്രമിക്കാൻ പറയുക. പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ മാനസിക നിലയിൽ മാറ്റം വരികയും വിശ്രമത്തിന് ശേഷം പഠനം സുഗമമാക്കുകയും ചെയ്യാം. ഒറ്റയിരുപ്പിൽ 30 മിനിറ്റിൽ കൂടുതൽ പഠിക്കരുത്. അരമണിക്കൂർ പഠിച്ചതിന് ശേഷം 10 മിനിറ്റ് വിശ്രമിക്കുക. പഠനത്തിനിടയ്ക്ക് ചെറിയ ബ്രേക്ക് എടുക്കുന്നത് ഏകാഗ്രത വർദ്ധിപ്പിക്കും. ആദ്യം എളുപ്പമുള്ള വിഷയം പഠിക്കുക. എളുപ്പമുള്ള വിഷയം പഠിക്കുമ്പോൾ ഒരു നല്ല മാനസിക നില കൈവരുന്നതിന് സഹായിക്കും. അടുത്തത് ബുദ്ധിമുട്ടുള്ള വിഷയമാകട്ടെ. ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ ഒഴിവാക്കരുത്. എളുപ്പമുള്ള വിഷയം, ബുദ്ധിമുട്ടുള്ള വിഷയം, താല്പര്യമുള്ള വിഷയം, താല്പര്യമില്ലാത്ത വിഷയം എന്നിങ്ങനെ മാറ്റി മാറ്റി പഠിക്കണം. പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം. അവ പഠിക്കുവാൻ താല്പര്യമില്ലെങ്കിൽ പോലും. 3R രീതി: റീഡ്, റിവൈസ്, റിവ്യൂ. വായന, പുനർപരിശോധന, അവലോകനം. ആദ്യം വായന, പിന്നീട് വായിച്ച കാര്യം ഓർത്തെടുക്കുക. മൂന്നാമതായി വായിച്ച കാര്യം മുഴുവൻ ഹൃദ്യസ്ഥമായോ എന്ന് പുസ്തകം നോക്കി പരിശോധിക്കുക. പാഠഭാഗം മുഴുവൻ മനസ്സിലാക്കി അതിലെ പ്രധാന പോയിൻ്റുകൾ ഹൃദ്യസ്ഥമാവുന്നതുവരെ ആവർത്തിച്ച് വായിക്കുക. പഠിച്ചു തീരുന്നതിലല്ല കാര്യങ്ങൾ ഗ്രഹിക്കുക എന്നതാണ് പ്രധാനം. മറ്റൊരാളെ പഠിപ്പിക്കുക. പഠിച്ച കാര്യങ്ങൾ ഗാഢമായി മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റിയ ഒരു മാർഗമാണ് മറ്റൊരാളെ പഠിപ്പിക്കുക. മറ്റൊരാളെ പഠിപ്പിക്കണമെങ്കിൽ പാഠം നന്നായി അറിഞ്ഞിരിക്കണം. ചില കുട്ടികൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ വീട്ടിൽ വന്ന് അമ്മയെ പഠിപ്പിക്കാറുണ്ട്. ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്നതായി ഭാവിച്ച് പാഠവിഷയങ്ങൾ ഉരുവിടുന്ന കുട്ടികളുമുണ്ട്. ശ്രദ്ധ തിരിക്കുന്ന സംഗതികൾ ഒഴിവാക്കൂ. കൂട്ടുകൂടുന്നതും കൂട്ടുകാരുമുണ്ടാകുന്നതും സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ പഠന സമയത്ത് ശല്യപ്പെടുത്തുന്നത് ശരിയായ കൂട്ടുകെട്ടല്ല. പഠിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഒഴിവാക്കുക. അതുപോലെ തന്നെ TV, റേഡിയോ, കഥാപുസ്തകങ്ങൾ ഇവയും പഠന സമയത്ത് ഒഴിവാക്കുക. പ്രേമബന്ധങ്ങൾ കൗമാരപ്രായത്തിൽ പഠനത്തിന് തടസ്സമായേക്കാം.
പുകവലി, മദ്യപാനം, മയക്കുമരുന്ന് തുടങ്ങിയവ പഠനത്തെ സാരമായി ബാധിക്കുന്നു. മാതാപിതാക്കൾക്ക് എങ്ങനെ കുട്ടിയെ സഹായിക്കാനാകും? കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ആത്മധൈര്യവും ലക്ഷ്യബോധവും ഒരു ശരാശരി വിദ്യാർത്ഥിയുടെ പഠനശേഷിയെ 25% വർദ്ധിപ്പിക്കുന്നു. നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കുക. കുട്ടികൾക്ക് ധൈര്യം കൊടുക്കുക. ചെറിയ വീഴ്ചകൾക്കും വല്ലപ്പോഴുമുള്ള തോൽവികൾക്കും അമിതമായി പ്രതികരിക്കാതിരിക്കുക. പഠിക്കാൻ സഹായിക്കുക. ദേഷ്യപ്പെടുമെന്നോ തോന്നിയാൽ പഠിപ്പിക്കാനിരിക്കരുത്. സഹോദരങ്ങളോടോ കൂട്ടുകാരോടോ കുട്ടിയെ താരതമ്യം ചെയ്യരുത്. എല്ലാവർക്കും 1ാം റാങ്ക് കിട്ടുകയില്ലല്ലോ േണ്ടത്. പഠിക്കുക എന്ന് പറഞ്ഞ് പിറകെ നടന്ന് ശല്യം ചെയ്യരുത്. കുട്ടിക്ക് വിനോദത്തിനുള്ള സമയമുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പരീക്ഷയെടുത്ത സമയത്തിൽ വിനോദയാത്രകൾ ആസൂത്രണം ചെയ്യരുത്. പഠിക്കുന്നതിന് കൈക്കൂലി വാഗ്ദാനം ചെയ്യരുത്. ചില കുട്ടികൾക്ക് വീട്ടിൽ സമ്മാനങ്ങളും ഓഫറുകളും ഒക്കെ വാഗ്ദാനം ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. അത്തരം ഭാവിയിൽ വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പഠനം അധികവും സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ആവർത്തനം മാത്രമാണ് ഗ്രഹപാഠം. നന്നായി ശ്രദ്ധിക്കണമെങ്കിൽ നന്നായി കേൾക്കണം. അതുകൊണ്ട് മുൻനിരകളിലിരിക്കാൻ ശ്രമിക്കുക. ക്ലാസ്സിൽ അനാവശ്യ സംസാരം ഒഴിവാക്കുക. ടീച്ചർ പറയുന്നത് ശ്രദ്ധയോടെ കേട്ട് നേരത്തെ പഠിച്ചതുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുക. ക്ലാസ് നോട്ട് എഴുതിയെടുക്കുക. പ്രധാനപ്പെട്ടവ അടിവരയിട്ട് വയ്ക്കുക. പാഠ്യഭാഗത്തിലെ സംശയങ്ങൾ അധ്യാപകരോട് ചോദിച്ച് സംശയ നിവാരണം നടത്തുക. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടിയുടെ ഭാവി നമ്മുടെ കൈകളിൽ തന്നെയാണ്. അത് കൂടുതൽ ശോഭ ഏറിയതാക്കുവാൻ നമുക്ക് കൂടുതൽ പരിശ്രമിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.